ദൈവം മോശയെ വിളിച്ചോണ്ട് പോയി. കേൾക്കണേ, സീനായ് മലയിലേക്ക് ദൈവം മോശയെ വിളിച്ചോണ്ട് പോയി. കൽപ്പന മാത്രമല്ല, 613 ഉപകൽപ്പനകളും 10 കൽപ്പനകളും ന്യായങ്ങളും വിധികളും സംഹിതകളും മാത്രമല്ല. ഇത് ശ്രദ്ധിച്ചു കേട്ടോണം. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലരുടെ മേൽ ദൈവശക്തി വരും. അത് മാത്രമല്ല ദൈവം മോശയ്ക്ക് കൊടുത്തത്. മോശയ്ക്ക് കൊടുത്തതാണ് 5 പുസ്തകങ്ങളിലൂടെ മോശ എഴുതി വെച്ചിരിക്കുന്നത്. മോശയോട് ഹല്ലേലൂയ ഈ ഭൂമി സൃഷ്ടിക്കുന്ന മുതലുള്ള കാര്യങ്ങളെ മോശയോട് പറയുകയാണ്. ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനത്താൽ ഈ ഭൂമിയെ ദൈവം തന്റെ വാക്കുകൊണ്ട് നിർമ്മിച്ചു എന്ന് നീ എഴുതണം. ദൈവത്തിന്റെ മനുഷ്യന് വേണ്ടി ദൈവം ഒരു ഏദനിൽ ഒരു തോട്ടം ഉണ്ടാക്കിയെന്ന് നീ എഴുതണം. ആ തോട്ടത്തിൽ ദൈവവും മനുഷ്യനുമായിരുന്ന ബന്ധത്തിൽ നിന്ന് സാത്താൻ മനുഷ്യനെ ചതിച്ച കാര്യം എഴുതണം. എത്ര പേരെന്നെ കേൾക്കുന്നുണ്ട്? അവർ പുറത്തു പോയ കാര്യം എഴുതണം. തോട്ടത്തെ ഹല്ലേലൂയ മറയ്ക്ക് തോട്ടത്തിന് മുമ്പിൽ കെരൂബുകളെ നിർത്തിയ കാര്യം എഴുതണം. കയീന് സംഭവിച്ചത്, ഹാബേലിന് സംഭവിച്ചത്, ഇങ്ങനെ പറഞ്ഞ് നോഹയ്ക്ക് സംഭവിച്ചത് എഴുതണം. നോഹയുടെ കാലഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ നോഹ മാത്രം നീതിമാനായി അവശേഷിച്ചു. നോഹയ്ക്ക് അപ്പുറമുള്ള ജനം തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് ദൈവത്തിന് വിരോധമായി ഒരു സമൂഹം മുഴുവൻ തിരിഞ്ഞു. നാം കാണുന്നത് ദൈവജനം വഷളത്തം നിറഞ്ഞു. ആ വഷളത്തം നിറഞ്ഞ ജനത്തെ ദൈവം നശിപ്പിച്ചു കളഞ്ഞു. അത് കഴിഞ്ഞ് താൻ കാണുന്ന അധ്യായങ്ങളാണ് 10-11 അധ്യായങ്ങൾ. എന്നെ ദൈവാത്മാവ് ഈ ദിവസങ്ങളിൽ പഠിപ്പിച്ച അധ്യായങ്ങൾ. ഹല്ലേലൂയ. ആ അധ്യായം വായിച്ച് ഒരു 10-30 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവിനോട് പറഞ്ഞു, ഒരു ജനറേഷനെ ദൈവം തുറക്കുന്നതിന് മുമ്പ് ബൈബിളിൽ ആ ജനറേഷനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ആ 10-ാം അധ്യായം എടുത്തെന്ന് വെച്ചോ, ഒരാൾ വെച്ചാൽ മതി. ഇതൊന്നും പറയാൻ വന്നതല്ല, ഞാൻ റോയൽ പ്രീസ്റ്റ്ഹുഡിനെ കുറിച്ച് പ്രസംഗിക്കാൻ വന്ന. ഹല്ലേലൂയ. ഞാൻ അതിലേക്ക് വരാം, ഇന്ന് പകൽ അതിലേക്ക് വരാം ഞാൻ. ഹല്ലേലൂയ. പക്ഷെ എൻ്റെ മനസ്സിനകത്ത് ഈ ഒരു ഭാഗം കയറി വരുന്നത് കൊണ്ട് അത് പറയുകയാണ്. ദൈവം ഇങ്ങനെ ജനറേഷനകത്തേക്ക് നോക്കുന്ന ഒരു നോട്ടമാണ്. ഞാൻ ആ അധ്യായത്തിലേക്ക് എൻ്റെ ചിന്തകൾ പോയപ്പോൾ അന്ന് രാത്രി ഞാൻ കടക്കുമ്പോൾ ദൈവം ജനറേഷനകത്തേക്ക് നോക്കുന്ന ഒരു നോട്ടം. ഹല്ലേലൂയ. ആ അധ്യായങ്ങൾക്കകത്ത് ആഴത്തിൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 2-3 വാക്യം കൊണ്ട് യാഫേത്തിന്റെ തലമുറയെ എഴുതി നീക്കി. 2-3 വാക്യത്തിനുള്ളിൽ. ഹല്ലേലൂയ. അടുത്ത മകനായ ഹല്ലേലൂയ ഹാമിന്റെ ഹല്ലേലൂയ അടുത്ത തലമുറകളുടെ പേരുകൾ ചില വാക്കുകൾ കൊണ്ട്, ചില അനുഭവങ്ങൾ കൊണ്ട് തള്ളി നീക്കി. ഹല്ലേലൂയ. നിങ്ങൾ താഴോട്ട് പഠിച്ചു വരുമ്പോൾ ഹല്ലേലൂയ അപ്പന്റെ പേര് പറയുന്നതിന് മുമ്പ് ഒരു മനുഷ്യന്റെ പേരെഴുതി വെക്കുകയാണ്. ഏബർ എന്ന മനുഷ്യന്റെ പേര്. എബേറിന്റെ പുത്രന്മാർക്കൊക്കെയും പിതാവും യാഫത്തിന്റെ ജ്യേഷ്ഠനുമായ ഷേമിനും പുത്രന്മാർ ജനിച്ചു. ഷേമിന്റെ പുത്രന്മാരെ കുറിച്ചാണ് ശ്രദ്ധിച്ചേ. ഷേമിന്റെ പുത്രന്മാരെ കുറിച്ചാണ് സത്യത്തിൽ പറയേണ്ടത്. അതിന് മുമ്പ് ഷേമിന്റെ പൗത്രനാകാൻ പോകുന്നവനെ കുറിച്ച് മുമ്പിൽ കൊണ്ട് എഴുതി വെച്ചിരിക്കുകയാണ്. ഏബരിന്റെ പുത്രന്മാരൊക്കെയും പിതാവും യാഫേത്തിന്റെ ജ്യേഷ്ഠനുമായ. നീ നോക്ക്, നിങ്ങൾ ആ അധ്യായത്തിനകത്ത് ആരുടെ പുത്രന്മാരുടെ പേരാണ് ആദ്യം പറയുന്നത്? യാഫേത്തിന്റെ പുത്രന്മാരുടെ മേളിൽ കാണുന്നത്. അതിന്റെ മേളിൽ കയറ്റി ഒരുത്തന്റെ പേരെഴുതുക. ഇതെല്ലാം മനസ്സിലാകുന്നു ഇല്ല? ഇതൊരു എഴുത്തിന്റെ ശൈലിയാണ്. ഇത് ചുമ്മാ കണ്ടിട്ട് എഴുതിയതല്ല മോശ. ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു കൊടുത്തിട്ട് എഴുതുകയാണ്. ഇതിനകത്തൊരു ജനറേഷന്റെ എഴുത്താണ് ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു സമൂഹം മുഴുവൻ നശിച്ചു പോയ ശേഷം അടുത്ത ജനറേഷനകത്തേക്ക് ദൈവം നോക്കുന്ന നോട്ടമാണ് മോശ എഴുതി വെച്ചിരിക്കുന്നത്. യാഫേത്തിന്റെ തലമുറകളെ നോക്കി, ആരെയും കണ്ടില്ല. ആമേൻ. ഹാമിന്റെ തലമുറയ്ക്കകത്തേക്ക് നോക്കി, അതിനകത്ത് കുറച്ചു പേരെ കാണാൻ പറ്റും. അതിൽ ഒരുത്തനാണ് നിമ്രോദ്. അതിന്റെ ഒരുത്തനാണ് നിമ്രോദ്. ഹല്ലേലൂയ. 11-ാം അധ്യായത്തിൽ ഇവന്റെ പേര് പറയുന്നുണ്ട്, നിമ്രോദ്. ഹല്ലേലൂയ. ഒത്തിരി കഴിവുള്ളവനാ.
പട്ടണത്തെ പണിതവനാണ്. പക്ഷെ ആ പണി കാണാൻ വേണ്ടി ദൈവം ഇറങ്ങി വന്നപ്പോൾ അവന്റെ പണി ദൈവത്തിന് നേരെ വിരുദ്ധമാണ്. ആമേൻ. ദൈവത്തിന് വിരുദ്ധമായി പണിയുന്നവന്റെ പണി ദൈവം കലക്കി കളഞ്ഞു. കഴിവുള്ളവനായിരുന്നു, പക്ഷെ അവൻ ദൈവത്തോടൊപ്പം പ്രവർത്തിക്കാതെ ദൈവത്തിന് വിരോധമായി സഞ്ചരിച്ചവനായിരുന്നു. അവനിലേക്ക്, അവന്റെ തലമുറകളിലേക്ക് നോക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അവരുടെ പോക്ക് ദൈവത്തിന് വിരോധമായിട്ടാണ്. അടുത്തൊരു മനുഷ്യനാണ് കനാൻ എന്ന് പറയുന്നത്. അവനും ശാപം നിറഞ്ഞ ഈ ലൈഫ് സ്റ്റൈലിനകത്തേക്ക് കടന്നുപോയി. ഇതിന്റെ പശ്ചാത്തലം ഒത്തിരി പറഞ്ഞാൽ ഈ ദൂത് കയറി വരത്തുള്ളൂ. ഇതൊക്കെ പ്രസംഗം ചെയ്താൽ ഇതങ്ങ് ഞാൻ പറയാണ്, ദൈവം നോക്കുന്നതിനെ പറ്റി പറയാണ്. ദൈവം ഇങ്ങനെ ഓരോ തലമുറകൾക്കകത്തേക്കും അടുത്തൊരു ജനറേഷന് വേണ്ടി എൻ്റെ കൂടെ ആര് നിൽക്കും, ഞാൻ അടുത്ത ജനറേഷനകത്തൂടെ എൻ്റെ പദ്ധതിയും പ്ലാനും പുറത്തിറക്കാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ, പുറത്തു വന്നവരെല്ലാം ദൈവത്തിന് വിരോധമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ദൈവം ഷേമിന്റെ തലമുറകളെ നോക്കിയിട്ട് ഒരു പേരാദ്യം എഴുതി ചേർക്കുകയാണ്. ആ എഴുതി ചേർത്തതാണ് ഏബർ എന്ന പേര്. ഏബർ എന്ന് പറഞ്ഞാൽ എബ്രായർ എന്ന പേര്. ഏബർ എന്ന് പറഞ്ഞാൽ, എബ്രായർ എന്ന് പറഞ്ഞാലും കടന്നുപോക്കെന്നാണ് ആ ദൂതിന്റെ അർത്ഥം. ദൈവത്തിന് വേണ്ടി പോകുന്നവർ. നോക്ക്, 11-ാം അധ്യായം വായിക്കാൻ നേരത്ത് അതിന്റെ 10 തുടങ്ങിയുള്ള വാക്ക് താഴോട്ട് പഠിച്ചു വരുമ്പോൾ അടുത്ത 10 തലമുറകൾക്കകത്തേക്ക് ദൈവം നോക്കുകയാണ്. 10ാമത്തെ ആദ്യം ഏബറിന്റെ പേര് ഷേമിന്റെ പേരിന് മുമ്പ് എഴുതി വെച്ചു, മോശ എഴുതി വെച്ചു. അത് ഒരു നോട്ടമാണ്. ഈ തലമുറയ്ക്കകത്തൂടെ എനിക്ക് വേണ്ടി ഒരുവൻ പുറത്തു വരും. ഓരോരുത്തരെ നോക്കിക്കൊണ്ടിരുന്നു. ഈ ഏബറിന്റെ തലമുറകൾക്ക് ശേഷമാണ് ഭൂമി പിരിഞ്ഞു പോകുന്നത്. പെലേഗിന്റെ കാലത്ത് ഭൂമി പിരിഞ്ഞു പോയെന്നൊരു വാക്കുണ്ട്. ഒരുപാട് പേര് ഒരുപാട് സ്ഥലത്തേക്ക് സഞ്ചരിച്ചു, പക്ഷെ ദൈവ ശബ്ദം കേട്ടിട്ട് പോയ ഒരുവനാണ്, അവന്റെ പേര് അബ്രഹാം. അതാണ് 12-ാം അധ്യായത്തിൽ കാണുന്നത്. ഹല്ലേലൂയ. വെറുതെ ഇറങ്ങി തിരിച്ചെന്നല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞ ദൂതിന്റെ ആ മുമ്പുള്ള ഭാഗം പറഞ്ഞ്. ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ എബ്രായറിന്റെ ലൈഫ് സ്റ്റൈൽ കാണിക്കുന്ന ഒരു മനുഷ്യൻ, അവന്റെ പേര് അബ്രാം എന്നാണ്. അബ്രാം ദൈവ ശബ്ദം കേട്ടു, ഞാൻ നിന്നെ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം ഇന്ന് പകൽ. അങ്ങനെ ചിലത് ദൈവത്തിന്റെ മുമ്പിൽ റിവീൽ ചെയ്യണം ആഗ്രഹമുണ്ട്. ഞാൻ ഇന്ന് പകൽ ഈ ദൂത് ഇത്തരം പുറകെ എന്ന് പറഞ്ഞതിന്റെ പിന്നിലെ കാര്യം, ഇന്നോ ഇന്നലെയോ 2-3 മാസങ്ങൾക്ക് മുമ്പോ 2-4 വർഷങ്ങൾക്ക് പിറകിലോ 24 വർഷങ്ങൾക്ക് പിറകിലല്ല, വർഷങ്ങൾ കൊണ്ട് ദൈവം നോക്കിക്കൊണ്ടിരുന്ന ഒരു റിവൈവൽ സ്റ്റാർട്ടിങ്ങിന് വേണ്ടി ദൈവം ചിലരെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് പകലും നിന്നെ നോക്കിക്കൊണ്ടിരിക്കുക. അബ്രഹാമിനെ പോലെ കാലുവെക്കാൻ, അബ്രഹാമിനെ പോലെ മനസ്സ് കൊടുക്കാൻ, അബ്രഹാമിനെ പോലെ ചിന്ത വിട്ടുകൊടുക്കാൻ. ഹല്ലേലൂയ. മറ്റൊന്നും അല്ലെന്ന് ദൈവം പറഞ്ഞ ശബ്ദമാണ് എനിക്കെല്ലാം എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിന്നിലൂടെ ഒരു ജനറേഷനെ അല്ല, നിന്നിലൂടെ ഒരു രാജ്യത്തെ ഉളവാക്കാൻ ദൈവത്തിന് പറ്റും. ഇന്ന് പകരം ഞാൻ ആദ്യം പറഞ്ഞ ചിന്തയിലേക്ക് പറയാം. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നോ എന്ന് നിങ്ങളെ തന്നെ നിങ്ങൾ, ഇനി ആ വാക്ക് ആദ്യം നോക്കിയോളൂ, ഇനി ആ കൈ കൊടുത്തിട്ട് പറ, നിങ്ങളെ തന്നെ, അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്തിട്ട് നിങ്ങൾ തന്നെ പറഞ്ഞ്, നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നോ, വിശ്വാസത്തിലിരിക്കുന്നോ എന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ പരിശോധിക്കുക. മേ ബി യു ആർ ഇൻ ആങ്സൈറ്റി. നിങ്ങൾ ചിലപ്പോൾ നിരാശയിലായിരിക്കും, വിശ്വാസം പ്രവർത്തിക്കൂല. ആകുലതയിലായിരിക്കും, വിശ്വാസം പ്രവർത്തിക്കൂല. നിങ്ങൾ ചിലപ്പോൾ ബുദ്ധിയിലായിരിക്കും, വിശ്വാസം പ്രവർത്തിക്കില്ല. നിങ്ങൾ ചിലപ്പോൾ ജ്ഞാനത്തിലായിരിക്കും, വിശ്വാസം പ്രവർത്തിക്കില്ല. പൗലോസ് പറയാണ് കൊരിന്ത്യ സഭയോട്, ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ചത് ജ്ഞാനത്തിന്റെ വാക്കുകളല്ല, വിശ്വാസത്തിന്റെ പ്രസംഗം ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ അതിന് ആധാരമായി വെളിപ്പെട്ടത് ജ്ഞാനത്തിന്റെ വാക്കല്ല, അതിന്റെ പിറകിൽ ആധാരമായി വെളിപ്പെട്ടത് ദൈവത്തിന്റെ ശക്തിയായിരുന്നു. അബ്രഹാം
വിശ്വാസത്താൽ ചലിച്ചു തുടങ്ങിയപ്പോൾ അബ്രഹാമിന്റെ വിശ്വാസത്തിനും അബ്രഹാമിന്റെ ആക്ഷനും പിറകിൽ ദൈവശക്തി കൂടെ സഞ്ചരിച്ചു. അബ്രഹാം യാത്ര ചെയ്യുകയല്ലായിരുന്നു, അബ്രഹാം വിശ്വാസത്തിൽ വളർത്തപ്പെടുകയായി. അബ്രഹാം വിശ്വാസത്താൽ വെറുതെ യാത്ര ചെയ്യുകയായിരുന്നില്ല, അബ്രഹാം വിശ്വാസത്തിൽ ഗ്രോ ആവുകയായിരുന്നു. അബ്രഹാം വിശ്വാസത്തിൽ വളരുകയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ പദം എടുത്ത് വെച്ച്, നിങ്ങൾ വിശ്വാസത്തിൽ തളരുകയാണോ അതോ വിശ്വാസത്തിൽ വളരുകയാണോ? ഈ പറഞ്ഞ രണ്ട് സംഭവം നിങ്ങളുടെ കൂടെ ഉണ്ട്. ദൈവ ശബ്ദവും ഉണ്ട്, ദൈവശക്തിയും ഉണ്ട്. പക്ഷെ നിങ്ങളുടെ അകത്ത് ആ വിശ്വാസത്തിന്റെ ശക്തിക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടോ? ഇത് തന്നെയാ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു തുടങ്ങി. ആമേൻ. തക്ക സമയത്ത് നിവർത്തീകരിക്കപ്പെടാനുള്ള പ്രവചന ശബ്ദം പ്രവാചകൻ വന്ന് ദൂതൻ വന്ന് ഹല്ലേലൂയ പുരോഹിതനോട് പറയുമ്പോൾ പുരോഹിതന്റെ മനസ്സിന് അത് അംഗീകരിക്കാൻ കഴിയാത്തത് കൊണ്ട് പുരോഹിതന്റെ ഉള്ള ദൈവശബ്ദം, നീ അതുവരെ മിണ്ടാതിരുന്നു, അതുവരെ നീ വാ തുറന്ന അവിശ്വാസത്തിന്റെ വാക്ക് മിണ്ടരുത്. നീ അവിശ്വാസത്തിൽ നിന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആരാഗ്രഹിക്കുന്നില്ല? ഞാൻ ആഗ്രഹിക്കുന്നില്ല, ദൈവം ഒട്ടും ആഗ്രഹിക്കുന്നില്ല. വിശ്വാസത്തിൽ നിന്ന് സംസാരിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എവിടുന്നാണ്? വിശ്വാസത്തിൽ നിന്ന് സംസാരിക്കാൻ. ടെൻഷനകത്ത് നിന്ന് സംസാരിക്കരുത്. ടെൻഷനകത്തുനിന്ന് ടെൻഷനകത്ത് നിന്ന് സംസാരിക്കരുത്. ടെൻഷനകത്തുനിന്ന് ടെൻഷനാണ് കയറി കിടന്ന് പോച്ച് കിടന്ന് ഉറങ്ങിക്കോണം, ഒന്നും മിണ്ടരുത്. പറ്റുമെങ്കിൽ ഒരു പ്ലാസ്റ്റർ പൊട്ടിച്ചു വെച്ചേക്കണം, ഒന്നും മിണ്ടരുത്. ചിന്ത ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. സോ ഒന്നെങ്കിൽ ദൈവശബ്ദം കേട്ടോണം, അല്ലെ ബൈബിൾ വായിച്ചോണം, അല്ലെ പൂരിത് പ്രാർത്ഥിച്ചോണം, അല്ലെ കടന്നുറങ്ങിക്കോണം. ആ സമയത്തെ ഓടിച്ചു കളഞ്ഞോണം. ആമേൻ. ഈ ദൂത് ഭയങ്കര ദൈവശക്തി നിങ്ങളുടെ അകത്തുണ്ടാക്കും. മരണവും ജീവനും, ജീവനും മരണവും നിന്റെ നാവിന്റെ അധികാരത്തിനകത്ത്. ആമേൻ. മരണവും ജീവനും ആരുടെ? പാസ്റ്ററെ. നിങ്ങളുടെ നാവിന്റെ അധികാരത്തിനകത്ത്. അത് ഇഷ്ടപ്പെടുന്നവൻ അതിന്റെ ഫലം അനുഭവിക്കും. നീ മരണം ഇഷ്ടപ്പെട്ടാൽ മരണം കയറി വരും, ജീവൻ ഇഷ്ടപ്പെട്ടാൽ ജീവൻ കയറി വരും. ആമേൻ. ഹല്ലേലൂയ. ഇത് തന്നെയല്ലേ ഏതെങ്കിലും നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം. ഒരെണ്ണം ജീവന്റെ വൃക്ഷഫലം, മറ്റേത് മരണം തരുന്ന. ഏതാ ചൂസ് ചെയ്തേ? മരണത്തിന്റെ കായ എടുത്ത് ഈ പുളി കഴിച്ചു. മരണത്തിന്റെ കഴിച്ചോ? കഴിച്ചു. മരിച്ചുപോയി. ഈ കഴിഞ്ഞ ദിവസം ഇത് ഇനി പറയാൻ തോന്നുന്ന എന്റെ ആശയമല്ല, എന്റെ അകത്തേക്ക് വരുന്നതുകൊണ്ട് ഞാനത് പറയാ. ദൈവം ഒന്ന് തന്നതാണ്, സ്വീകരിച്ചോ, ജീവനെ പിടിച്ചോ. വീണ്ടും കൊണ്ട് തരിക. വീണ്ടും കൊണ്ട് തന്നതാണ് യേശു കർത്താവ്, വചനം ജഡമായി ജീവനായി നമ്മുടെ ഇടയിൽ പാർത്തത്. ആമേൻ. ഇത് വിശ്വാസമായിട്ട് അബ്രഹാമിന് കൊണ്ട് കൊടുത്തേ. അബ്രഹാം 99 വർഷം 99ാമത്തെ വയസ്സ് വരെ താൻ വിശ്വാസത്തിൽ വളർന്നു. എത്രയാണ്? ആ സമയത്ത് വചനം പറയുന്നു, അവന്റെ ശരീരം നിർജീവത്വത്തെ ഗ്രഹിച്ചു. മരണത്തെ, നിർജീവത്വത്തെ ഗ്രഹിച്ചു. സാറായിയുടെ ശരീരം നിർജീവത്വത്തെ ഗ്രഹിച്ചു. ആമേൻ. അബ്രഹാമിന്റെ വിശ്വാസം, അബ്രഹാം ഡെലിവറി ചെയ്യുക. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ഒരു ദൈവം എനിക്കുണ്ട്. മരിച്ചവരെ ജീവിപ്പിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്.
മരണത്തെ കൈനീട്ടി പ്രാപിച്ച ആദമിന്റെ ഒരു ജനറേഷൻ അബ്രഹാമിൽ വന്ന് നിൽക്കുക. അബ്രഹാമിനകത്ത് നിർജീവത്വം ഗ്രഹിച്ചു തുടങ്ങിയപ്പോൾ ദൈവം പറയാണ്, മരണത്തിന്റെ സാധ്യത എത്തി തുടങ്ങി. പക്ഷേ നീ വിശ്വസിക്കുന്നെങ്കിൽ ആക്ഷൻ ചെയ്ത നിനക്ക് റിസൾട്ട് ജീവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് അവിടെ കൊടുത്തത്. നീ വിശ്വാസത്തിൽ തളരുകയല്ല, അവൻ വിശ്വാസത്തിൽ വളരുകയാണ്. വിശ്വാസത്തിൽ വളരുകയാണ്. നീ വിശ്വാസത്തിലാണെങ്കിൽ there is a result. ആ റിസൾട്ടിന്റെ പിറകിൽ ചലിക്കുന്നത് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന നിന്റെ വാക്കെന്ന ആക്ഷനാണ്, നിന്റെ പ്രവൃത്തിയാകുന്ന ആക്ഷനാണ്. അതുപോലെ അതിന്റെ പിറകിൽ ചലിക്കുന്നത് ദൈവശക്തിയാണ്. ഇതിന്റെ സാധ്യത എന്ന് മാത്രമുണ്ട്. നീ മരിച്ചു കിടന്നപ്പോൾ നിന്നെ മരിച്ച അവസ്ഥയിൽ നിന്ന് ഉയർപ്പിക്കാൻ വേണ്ടി ദൈവം സുവിശേഷത്തിന്റെ ശബ്ദം നിന്റെ കാതുകളിൽ കേൾപ്പിച്ച്, കാതിനകത്ത് നീ കേട്ടപ്പോൾ രണ്ട് കാര്യം: ദൈവത്തിന്റെ നീതി, നിനക്ക് ഇല്ലാത്ത ദൈവത്തിന്റെ നീതിയും ദൈവത്തിന്റെ ശക്തിയും നിന്റെ മനസ്സിനകത്തിട്ട് മരിച്ചവർ ഇടയിൽ നിന്ന് ദൈവം നിന്നെ ഉയർപ്പിച്ചു. എന്നിട്ടാണ് വിശ്വസിക്കാൻ പറഞ്ഞത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകല് നിങ്ങൾ കേൾക്കാത്തവര്, മനസ്സിലാകാത്തവർ ഒന്നുകൂടെ പോയി കേട്ട് മനസ്സിലാക്കണം. വിശ്വാസത്തിന്റെ ആധാരം ദൈവശക്തിയാണ്. അതിനൊത്തവണ്ണം ചലിക്കുന്നവന്റെ കൂടെ ദൈവശക്തി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. ഈ ജീവനകത്ത് നിന്ന് സംസാരിക്കണം. ജീവനകത്ത് നിന്ന്, ടെൻഷനകത്ത് നിന്ന് സംസാരിക്കരുത്. റിയ, ടെൻഷനകത്ത് നിന്ന് സംസാരിക്ക. ആരാണ്? കാരണം നിങ്ങളുടെ നാവിന് ശക്തിയുണ്ട്. നിങ്ങളെ പറ്റി മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നുള്ളത് വിഷയമല്ല. പറ, നിങ്ങളെ പറ്റി മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നുള്ളത് വിഷയമല്ല. നിങ്ങളെ പറ്റി നിങ്ങൾ എന്ത് പറയുന്നത് വിഷയമാണ്. നിങ്ങളെ പറ്റി നിങ്ങൾ എന്താണ് പറയുന്നത് അത് നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്നു എന്ന് വിശ്വസിക്കുന്ന പറയുന്നത്. അതുകൊണ്ടാണ് കൊരിന്ത്യർ ലേഖനം പറയുന്നത്, ഞാൻ വിശ്വസിച്ചു, ഞാൻ സംസാരിച്ചു. ഞാൻ വിശ്വസിച്ചു. ഉള്ളിൽ എന്താണോ വെളിപ്പെട്ടത് അതാണ് സംസാരിക്കുന്നത്. എന്താണ് പറയേണ്ടതെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. ഒരു തീരുമാനം. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇന്നലകളിൽ നിങ്ങളുടെ വായിൽ നിന്ന് വന്ന സകല ശാപവാക്കുകളും, ഞാൻ പ്രശ്നത്തിലാണ്, ഞാൻ കുഴപ്പത്തിലാണ്, ഞാൻ പെട്ടുപോയി, ഞാൻ നശിച്ചുപോയി, ഞാൻ ഇല്ലാതായി, ഞാൻ പുഴുവാണ്, ഞാൻ അരിയാണെന്നൊക്കെ പറഞ്ഞൊക്കെ നിർത്തിയേര്. നീ ആരാണെന്നുള്ള ബോധ്യത്തിനകത്തേക്ക് നിങ്ങളെ കണക്ട് ചെയ്യും. നിങ്ങൾ ആരാണെന്നുള്ള തിരിച്ചറിവിനകത്തേക്ക് വാ. ഇവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ കള്ളത്തരം പറയുന്നത്. സാഹചര്യങ്ങൾ കാണിച്ചിട്ട് സാത്താൻ ഒത്തിരി പ്രവണതകൾ വിടും. നിങ്ങൾ അതിൽ നിന്ന് നിങ്ങൾ അതാണെന്ന് പറയരുത്. ദൈവം ഈ വാക്യമൊക്കെ കാണിക്കും. ഞാൻ ഇന്ന് രാവിലെ ഒരു വാക്യം ചർച്ചിന്റെ ഗ്രൂപ്പിലൊക്കെ ഇട്ടായിരുന്നു. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല, കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. ഞാൻ എഴുതിയിട്ട കാര്യം, ഭൂമിയിൽ സ്വർഗം സ്ഥാപിക്കുവാൻ ദൈവം നിയോഗിച്ച ദൈവപുത്രന്മാർക്ക് ഇല്ലാത്തതിനെ സൃഷ്ടിപ്പാനായി ദൈവം കൊടുത്തിരിക്കുന്ന ആയുധമാണ് വിശ്വാസം. ഭൂമിയിൽ സ്വർഗം സ്ഥാപിപ്പാൻ ദൈവം നിയോഗിച്ച ദൈവപുത്രന്മാർക്ക് ഇല്ലാത്തതിനെ സൃഷ്ടിക്കാനായി ദൈവം കൊടുത്ത ആയുധമാണ് വിശ്വാസം. തോമസ്, മനസ്സിലായോ? ഇല്ലാത്തതിനെ ഉളവാക്കാൻ ദൈവപുത്രനായ തോമസാന് ദൈവം കൊടുത്ത ആയുധമാണ്. ഒന്ന് പറഞ്ഞാട്ടെ, ഇല്ലാത്തതിനെ നിങ്ങളുടെ പേര് പറഞ്ഞു പറയണം. നിങ്ങളുടെ പേര് പറഞ്ഞ്, ഇല്ലാത്തതിനെ ഉളവാക്കാൻ വേണ്ടി ദൈവം മേരിയാൻഡിക്ക് നൽകിയ ആയുധമാണ്. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഇല്ലാത്തതിനെ സൃഷ്ടിക്കാൻ വേണ്ടി ദൈവം നിങ്ങളുടെ അകത്തിട്ടിരിക്കുന്ന ആയുധമാണ്. മക്കളെ മനസ്സിലായോ? ഇതിനെ കൂടുതൽ എങ്ങനെയാ വിശദീകരിക്കുന്നത്? നിങ്ങളെ ഇല്ല എന്ന് പറയുമ്പോൾ ഇല്ലാതാകുകയാണ്.
ഉണ്ട് എന്ന് പറയുമ്പോൾ ഉണ്ടായി വരികയാണ്. ഈ ആക്ഷനാണ് ഈ കലർത്തി ഈ മലിനതകൾ കൊണ്ട് ഇല്ലാതാക്കിയ ലോകത്തെ ദൈവം സൃഷ്ടിച്ചുകൊണ്ട് കാണിച്ചു തരുന്നത്. അതാണ് പറയുന്നത്, ഈ കാണുന്ന ലോകത്തിന്, ഏത് കാണുന്നത്? ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല. കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു. ഈ ലോകം നിർമ്മിക്കപ്പെട്ടത് എങ്ങനെയാ? ബൈ ദ വേർഡ് ഓഫ് ഗാഡ്. ദൈവത്തിന്റെ വചനത്താലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ആ വചനമാണ് വിശ്വാസത്താൽ നിന്റെ നാവിനകത്ത് വരേണ്ടത്. ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, നീ ഈ ഒരു ലൈഫ് സ്റ്റൈൽ നോക്കിയാൽ ഇല്ലാത്തത് നിന്റെ വീട്ടിനകത്ത് മുളച്ചു വരും. ഇല്ലാത്തത് നിന്റെ വീടിനകത്ത് മുളച്ചു വരും. ഇല്ലാത്തത് നിന്റെ ശരീരത്തിനകത്ത് ഉണ്ടായി വരും. ഇല്ലാത്തതിനെ ഉളവാക്കാൻ ദൈവം തെരഞ്ഞെടുത്ത മനുഷ്യൻ, അവനെ കുറിച്ചുള്ള സാത്താന്റെയാണ് അജണ്ട. ഇവനൊന്നും തിരിച്ചറിയരുത്, ഇതൊന്നും അറിയരുത്. അവൻ അറിഞ്ഞാ പോയി. അറിഞ്ഞാൽ നിങ്ങൾക്കറിയാം, സാത്താന് സമയവും ഇല്ല, സാത്താൻ ആയുധവും ഇല്ല. സാത്താന്റെ സമയം നിങ്ങളുടെ സമയമാണ്. നിങ്ങൾ അവന് കൊടുത്താലുള്ള സമയമുള്ള അവനുള്ളൂ. അവൻ ആയുധവും ഇല്ല, ആയുധവും നിങ്ങളെയാ. നിങ്ങളുടെ ആയുധം അവന് കൊടുത്താലേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് പകരം പറയാം, നിന്റെ ആയുധവും നിന്റെ സമയവും തക്കത്തിൽ ഉപയോഗിക്കാൻ തയ്യാറാണെങ്കിൽ നീ ചില ക്രിയേറ്റീവ് മിറക്കിളുകളെ നീ കാണും. എത്ര പേർക്ക് ഇന്നൊരു ഒരു 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 ചലഞ്ചായിട്ട് ഏറ്റെടുക്കാൻ പറ്റും? എല്ലാവരും വേണ്ട, ഒരു 10 പേര് മതി. ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കാൻ പറ്റുമോ? ഇല്ലാത്തതിനെ ഞാൻ ഉളവാക്കും. ആമേൻ. ഞാൻ റെഡിയാണ്. ഇല്ലാത്തതിനെ ഉളവാക്കാൻ ഞാൻ റെഡിയാണ്. നിങ്ങൾക്കറിയാവോ, ദൈവം തന്റെ മുഴു ശക്തി ഇതിന്റെ പിറകിൽ പ്രയോഗിക്കാൻ തയ്യാറാണ്. ഇതിനുള്ള ഉദാഹരണമാണ് വാഴയൊക്കെ കൊണ്ടുവച്ചിട്ട് ഇങ്ങോട്ട് പോരുമ്പോ കിളുത്ത് വരുന്നില്ലേ? ഇതൊക്കെ ഇതിന്റെ ഉദാഹരണമാണ്. ഈ വിത്ത് ചാകുന്നില്ല എങ്കിൽ പിന്നെ അങ്ങനെ മുളയ്ക്കുന്നേ. ഇത് നിങ്ങളെ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. കൃഷിക്കാരൻ ഒത്തിരി പേരുണ്ട്. നീ വിതയ്ക്ക് നിന്റെ വിശ്വാസം. ആമേൻ, ആമേൻ. ഈ പ്രകൃതിയെ ദൈവം അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന് പറ, ഈ പ്രകൃതിയെ ദൈവം അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നീ വിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞാൽ വിശ്വാസത്താൽ ദൈവശക്തി ചിലതിനെ ഉളവാക്കിക്കൊണ്ട് വരും. ഇനി ഒന്നുകൂടെ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി പറയാം. ആദമിനെ ഈ ഭൂമിയിലേക്ക് തുറന്നു വിടുന്നതിന് മുമ്പ് നിങ്ങൾ പൂർണ്ണ വളർച്ച എത്തിയ ആത്മാവായിരുന്നു. അപ്പം ആത്മലോകത്തിൽ ഇതൊക്കെ നേരത്തെ സംഭവിച്ചു. ആദിയിൽ ദൈവം ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചെന്നാ കിടക്കുന്നത് അല്ലേ? പക്ഷെ വാക്യം അങ്ങനെ അല്ല. ആദിയിൽ ദൈവം സ്വർഗങ്ങളും ഭൂമിയും. സോ അതിനകത്ത് നീ നേരത്തെ വന്നതാ. നീ നേരത്തെ, എന്നിട്ട് അതത് സമയത്ത് ഈ ഭൂമിയിലേക്ക് വരുന്നേ ഉള്ളൂ. നമ്മുടെ ചേട്ടൻ വന്നപ്പോൾ അല്പം കുഴപ്പം കാണിച്ചു. ആ കുഴപ്പമാണ് നമ്മൾ അനുഭവിക്കുന്നത്. പക്ഷെ വേറൊരു ചേട്ടച്ചാരി വന്ന് ഇതിനെ മൊത്തം തൂത്തെറിഞ്ഞിട്ട് പോയി. ആരാണെന്നാ? യേശു ക്രിസ്തു. എന്നിട്ട് നീ വിശ്വസിച്ചോളാൻ പറഞ്ഞു. നീ അവിടെയുള്ള നിന്നെ നീ ഇവിടെ റിവീൽ ചെയ്തു. ഇതാണ് കൊലോസി ലേഖനത്തിൽ കിടക്കുന്നത്. വീണ്ടും നിന്നെ പിതാവിന്റെ വലത്ത് ഭാഗത്തിരുത്തി ആ സ്വർഗം സ്ഥാപിക്കാൻ വേണ്ടി ഈ ഭൂമിയിൽ ദൈവം നിന്നെ അപ്പോയിന്റ് ചെയ്തിരിക്കുക. യു ഹാവ് ആൻ അതോറിറ്റി ടു ബിൽഡ് ദ ഹെവൻ. നീ ദൈവത്തിന്റെ സ്വർഗത്തെ ഇവിടെ ഉണ്ടാക്കാൻ ദൈവം നിന്റെ നാവിനെ ഉപയോഗിക്കുക. ആർ യു റെഡി? ആർ യു റെഡി? നിങ്ങളുടെ പ്രദേശത്തിനകത്ത് നിങ്ങൾ ഇത് ആരുടെ ലൈഫാണ് നടത്തുന്നത്? നിങ്ങളുടെ ലൈഫാണോ, സാത്താന്റെ ഇഷ്ടമാണോ, ദൈവത്തിന്റെ ഇഷ്ടമാണോ? ചിന്തിച്ചോണം. ഇത് വിശ്വസിക്കുന്നവന്റെ ലൈഫ് മാറിയിരിക്കും. ഇത് വിശ്വസിക്കുന്നവന്റെ ലൈഫ് മാറിയിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ അതാണ് പറഞ്ഞത്. ഈ ഭൂമിയിൽ ആ സാഹചര്യം ബിൽഡ് ചെയ്ത് കിടക്കുക. അതുകൊണ്ടാണ് 99 വയസ്സ് വരെ അബ്രഹാം വെയിറ്റ് ചെയ്യുന്നത്. നിർജീവത്വം ഗ്രഹിച്ചവർ പറയാണ്, സാധ്യതകൾ തീരുന്നു. ഐ വിൽ റെഡി ടു സ്റ്റാർട്ട്
ആക്ഷൻ, ആ റിസൾട്ട് തരാൻ റെഡിയാണ്. ആദാം കൈപിടിച്ച് മേടിച്ച ശരീരം, കൈപിടിച്ച് മേടിച്ച ആ പഴത്തിന്റെ നിർജീവത്വത്തെ മുഴുവൻ ശരീരം പുറത്തോട്ട് കാണിച്ചു കൊടുത്തു. അബ്രഹാം പറയാണ്, ഇനി ഇല്ലാത്തതിനെ ഉളവാക്കുന്ന ഒരു ദൈവത്തെ എൻ്റെ ശരീരത്തിലൂടെ ദൈവം കാണിച്ചു തരും. ദൈവം ആഗ്രഹിക്കുന്നു നിന്നിലൂടെ വെളിപ്പെടണമെന്ന്. കരം തട്ടി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താൽ. ഒരു തീരുമാനം എടുക്കുക, ഞാൻ ഇനി ടെൻഷൻ അകത്തുനിന്ന് സംസാരിക്കത്തില്ല. ടെൻഷൻ അകത്തുനിന്ന് ടെൻഷൻ അകത്തുനിന്ന് ഇതിനകത്ത് ടെൻഷൻ അകത്ത് സംസാരിക്കുന്ന ഒത്തിരി പേരുണ്ട്. ചെവിക്കകത്തേക്ക് കേൾക്കരുത്, ആ സാധനം കേൾക്കരുത്. ടെൻഷനകത്തുനിന്ന് വരുന്ന വാക്ക്. സാരാഫാത്തിൽ ഒരു വിധവയുണ്ട്. യേശു പറയുന്നുണ്ട്, ഞാൻ വിധവയുടെ അടുക്കലേക്ക് മാത്രമേ ഉള്ളൂ ഞാൻ എൻ്റെ പ്രവാചകനെ അയച്ചിട്ടുള്ളൂ. ഇവള് പറയാണ്, ഞാൻ മരിക്കാനിരിക്കുക. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ കുറച്ച് മാവ് എന്തിനാ? അത് മരിക്കാനുള്ള ഗുളികയാണ്. നിനക്ക് നിന്റെ വിശ്വാസം കൊണ്ട് ആ കുറഞ്ഞതിനെ വലുതാക്കാം. ഇതൊരു ദൂതായി സഭ സ്വീകരിച്ചു. കുറഞ്ഞതിനെ വിശ്വാസം കൊണ്ട് നിനക്ക് വർദ്ധിപ്പിക്കാം. രണ്ട് കാര്യമുള്ളൂ. ഒന്ന് വിശ്വാസം കൊണ്ട് വർദ്ധിപ്പിക്കാം, അല്ലെങ്കിൽ മരിക്കണം. അല്ലെങ്കിൽ ഇതെവിടെ നിന്നാ വരുന്നത്? നാവിൽ നിന്ന്. ഇതെവിടുന്ന? ഞാൻ നിങ്ങളുടെ ഇതിനു മുമ്പ് ഈ വേഡ് കണക്ട് ആകുന്നോണ്ട് ഞാൻ പറയാം, ഈ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ വിശ്വസിക്കുന്ന നദി ഒഴുകും വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന്. ഈ യെഹെസ്കേൽ പ്രവചനത്തിനകത്ത് ഈ ദേവാലയത്തിൽ നിന്ന് ഒരു നദി ഒഴുകുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. കിഴക്കോട്ട ഒഴുക്ക്, ഉമ്മരപ്പടിയിൽ നിന്നാണ് ഒഴുകുന്നത്. ദേവാലയം ആരാണ്? ദേവാലയം ആരാണ്? നമ്മള്. നിങ്ങളുടെ ഉമ്മരപ്പടിയാണിത്. ഇവിടെ നിന്നാ ഒഴുകുന്നത്. ഈ നാവിൽ നിന്നാ ഒഴുകുന്നത്. ഇന്ന് പകല് പറയും, ഇന്ന് ഈ ആഴ്ച ചില സൃഷ്ടിപ്പ് നടത്തിരിക്കും. ഈ ആഴ്ച ചിലത് നീ പറഞ്ഞുണ്ടാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ പറയാമെങ്കിൽ ചിലത് നിന്റെ വീടിനകത്തുണ്ടാകും. അതാണ് പ്രവാചകൻ ഈ താഴ്വരയിൽ കൊണ്ട് നിർത്തിയിട്ട് ദൈവം ചോദിക്കും, നീ വിശ്വസിക്കുന്നുണ്ടോ? നിനക്ക് ഈ അസ്ഥികൾ ജീവിക്കുമോ? നീ അസ്ഥികൾ നീ പ്രവചിക്കാനാ പറയുന്നത്. എന്താണ് പ്രവചിക്കാൻ? ഈ അന്യഭാഷ എന്നാന്നറിയാമോ? അന്യഭാഷ എന്നാ? വൻ കാര്യങ്ങളാ, എന്നെക്കുറിച്ചുള്ള വൻ കാര്യങ്ങളാ എൻ്റെ വായിലൂടെ അന്യഭാഷയായിട്ട് വരുന്നത്. ഇത് വിശ്വാസമായിട്ട് പറഞ്ഞാലും മതി, ഇത് പറയാത്തത് കൊണ്ട് ആത്മാവ് പറയുന്നത്. ഈ പറയുന്ന സാധനത്തിന് വെളിപ്പാട് കിട്ടിയ ചിലപ്പോൾ നിങ്ങൾ മിണ്ടാതിരിക്കും. കാരണം അതുമാത്രം വലിയ കാര്യങ്ങളാണ് നിങ്ങളുടെ നാവിലൂടെ ആത്മാവ്. ഇതെങ്കിലും ഒന്ന് വിശ്വസിച്ചാൽ മതി. ആമേൻ, ആമേൻ. അപ്പൊ നിങ്ങളെ കുറിച്ച് അറിയാവുന്ന ഒരേ ഒരാളെ ഉള്ളൂ, അത് നിങ്ങളുടെ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവിനാണ്. കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിലാണ്. ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു ചെവിയും കേട്ടിട്ടില്ല ആരുടെ ഹൃദയത്തിലും. പക്ഷെ ആർക്കറിയാം? നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ദൈവത്തിലുള്ളത് പരിശുദ്ധാത്മാവിന് മാത്രമേ അറിയാൻ പറ്റുന്നുള്ളൂ. അത് നിങ്ങളുടെ അകത്ത് തുറന്നു വിടാൻ വേണ്ടി അയക്കപ്പെട്ടവനായ ആത്മാവ് എവിടെയുണ്ട്? നിങ്ങളുടെ അകത്തുണ്ട്. ആത്മാവ് ഓൾറെഡി നിന്റെ അകത്തിരുന്ന അന്യഭാഷയിൽ നിങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറല്ല. ഇനി ഞാൻ ഒന്നുകൂടെ പറയട്ടെ. ഹല്ലേലൂയ. ഇല്ലാത്തതിനെ ഉളവാക്കാൻ ദൈവപുത്രന്മാർക്ക് ദൈവം സൃഷ്ടിക്കാൻ വേണ്ടി തന്നിരിക്കുന്ന ആയുധമാണ് വിശ്വാസം. ആമേൻ. ഈ ആയുധം ഉപയോഗിക്കേണ്ടത് എവിടെയാണ്? ഇല്ലാതിരിക്കുമ്പോഴാണ് ഉപയോഗിക്കേണ്ടത്. ആമേൻ. ഇല്ലാതിരിക്കുമ്പോൾ ഉപയോഗിക്കാൻ തയ്യാറുള്ള എത്ര പേരുണ്ട്? ജോലിയെ വിളിച്ചു വരുത്തണം, സമ്പത്തിനെ വിളിച്ചു വരുത്തണം,
ഈ പ്രകൃതിയിൽ ദൈവശക്തി റെഡിയാണ് നിങ്ങൾക്ക് വേണ്ടി ജനത്തെ വിളിച്ചു വരുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ ദേശങ്ങളെ ജാതികളെ നിനക്ക് അവകാശമായി തന്നിരിക്കുന്നു. വിളിച്ചു വരുത്തണം, വിളിച്ചു പറയണം. ഇന്ന് പകൽ വിശ്വാസം പറയുന്ന ഒരു തലമുറ ആത്മാവിൽ പുറത്തു വരാൻ തയ്യാറാണെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങൾ എക്സൈറ്റഡ് ആകുന്ന ദൈവത്തിന്റെ പ്രവൃത്തികൾ ദൈവം നിന്റെ മുമ്പിൽ കാണിച്ചിരിക്കും. ആർ യു റെഡി? എക്സൈറ്റഡ് ആകാൻ, മനസ്സിനെ റെഡിയാക്കാൻ താല്പര്യമുള്ളവരോട് പറയുന്നു, നാവിനകത്തൂടെ വിശ്വാസം പറയുക. പറയൂ, നാവ് ഒരു കീയാണ്, നാവ് ഒരു കീയാണ്, ഒരു താക്കോലാണ്. മേൻ, നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു ചെറിയ സാധനം എടുത്ത് ഇട്ട് കൊടുത്താൽ മതി, വീട്ടിൽ കിടന്ന കലഹം ഉണ്ടാകത്തില്ലേ? ആ കീ അവിടെ ഉപയോഗിക്കാമെങ്കിൽ ഈ കീയുടെ യഥാർത്ഥ ഉപയോഗത്തിലേക്ക് നിങ്ങൾക്ക് തിരിയാൻ പാടില്ലേ? ഈ കീ എടുത്ത് യേശു പത്രോസിന്റെ കയ്യിലോട്ട് കൊടുത്തിട്ട് പറയാണ്, നീ കെട്ടുന്നത് ഭൂമിയിൽ, കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ നീ അഴിക്കുന്നത്. ഈ കെട്ട് പൊട്ടിക്കുന്ന പരിപാടിയാണ് മാർക്കോസിന്റെ മാളിക മുറിയിൽ മദ്യം കുടിച്ചവരാന്ന് പറഞ്ഞ് ഓടിക്കൂടിയവരുടെ ഒറ്റ പ്രസംഗം. ഒറ്റ പ്രസംഗത്തിൽ 5000 എണ്ണം കമന്ന് വീഴുന്നതിന്റെ പിന്നിലെ കാര്യം ഒറ്റ ചരിത്രമേ ഉള്ളൂ. ഇതൊരു കീയാണ്. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറഞ്ഞു, ചിലതിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള വിശ്വാസം നിന്റെ അകത്ത് ദൈവം ഇട്ടിട്ടുണ്ട്. ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ പറഞ്ഞ് നിർമ്മിക്കുവാണോ പറഞ്ഞില്ലാതാക്കുവാണോ? പറഞ്ഞില്ലാതാക്കുന്ന എത്ര പേരുണ്ട്? പറഞ്ഞില്ലാതാക്കുന്ന നിങ്ങളോട് പറയാം, നിങ്ങൾ അത് മാത്രം ചിന്തിച്ചാൽ മതി. ഞാൻ പറഞ്ഞ ഇല്ലാതാകുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഉണ്ടാക്കാൻ പറ്റും. സമാധാനം വീട്ടിൽ പറഞ്ഞ് ഇല്ലാതാക്കാൻ പറ്റുന്നില്ലേ? ഇല്ലേ? അതുപോലെ തന്നെ പറഞ്ഞ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടല്ലോ. ആമേൻ. മനസ്സിനെ പ്രിപ്പയർ ചെയ്യുക, നിങ്ങളുടെ ഹൃദയത്തെ പ്രിപ്പയർ ചെയ്യുക, ദൈവശക്തിക്ക് പ്രവർത്തിക്കാനുള്ള അവസരം കൊടുക്കുക. നിങ്ങൾ ആരാണെന്ന് തിരിച്ചറിയട്ടെ. കർത്താവ് നിങ്ങളെ സഹായിക്കുമാ. കണ്ണുകളൊന്ന് അടയ്ക്കുക. ഞാൻ തീർക്കുകയല്ല, ഞാൻ വീട്ടിലേക്ക് കയറാൻ പോവാ. കർത്താവ്, ഈ വചനത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഇനി ഒന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ആകുലതയിൽ നിന്ന് സംസാരിക്കത്തില്ല, ഞങ്ങൾ പ്രശ്നത്തിൽ നിന്ന് സംസാരിക്കത്തില്ല, ഞങ്ങൾ പ്രതികൂലത്തിൽ നിന്ന് സംസാരിക്കത്തില്ല, ലോകം കാണിക്കുന്ന സാത്താൻ കൊണ്ടുവരുന്ന കള്ളത്തരം കണ്ടിട്ട് ഞങ്ങൾ സംസാരിക്കത്തില്ല. അവനോട് എതിർത്ത് നിന്ന് ഞങ്ങൾ വിശ്വാസത്തെ പറഞ്ഞിരിക്കും, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എൻ്റെ അകത്ത് പിന്നെ വീട് വന്ന് കയറുകയാണ്. ഞാൻ പറഞ്ഞു തീർക്കാത്ത ഒരു വചനോടെ ഞാൻ പറയാം. കുറച്ച് മാവുണ്ട്. എന്താണ് കുറച്ച് മാവ്? കുറച്ച് മാവിന് നേരെ ഇവള് പറഞ്ഞ വാക്കാണ് മരിക്കാനിരിക്കുന്നു. 2 അധ്യായം കഴിഞ്ഞപ്പോൾ മരണം വീട്ടിൽ കയറിയില്ലേ? വെറുതെ എന്തിനാണ് ഇത് വിളിച്ചു കയറ്റുന്നത്? ഇത് വിളിച്ചു കയറ്റിയതല്ലേ. ഞാൻ വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളി, എങ്കിലും യഹോവ എന്നെ സഹായിച്ചു. ഒരു ആമേൻ പറയാവോ? യഹോവ എന്റെ ബലവും എന്റെ കീർത്തനവുമാകുന്നു, അവൻ എനിക്ക് രക്ഷയായും തീർന്നു. ഈ വാക്യം പറയുമ്പോൾ ആമേൻ പറയണം. ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉണ്ട്. യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു, യഹോവയുടെ വലങ്കൈ ഉയർന്നിരിക്കുന്നു, യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോട് ഇരുന്ന് യഹോവയുടെ പ്രവർത്തികളെ. പ്രയാസങ്ങൾ കുന്നുകൂടിക്കൊണ്ടിരിക്കാൻ നേരത്ത് ഈ മനുഷ്യൻ ഇരുന്നുകൊണ്ട് ചെയ്ത പരിപാടിയാണ്. 1-ാം വാക്യം അതിൽ കാണാൻ പറ്റും. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ. ആരാ? വീഴാൻ തക്കവണ്ണം തള്ളിയ ഒരുത്തൻ പാട്ട് പാടുവാണ്. എന്താ? യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്, അവന്റെ ദയ എന്നേക്കുമുള്ളതെന്ന് ഇസ്രായേൽ ജനം പറയട്ടെ. ദയ എന്നേക്കുമുള്ളതെന്ന് ഇസ്രായേൽ ജനം പറയട്ടെ. അവന്റെ ദയ എന്നേക്കുമുള്ളതെന്ന് അഹരോൻ ഗൃഹം പറയട്ടെ. അവന്റെ ദയ എന്നേക്കുമുള്ളതെന്ന് യഹോവ ഭക്തന്മാർ പറയട്ടെ. അവൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ എനിക്ക് വിശാലത വരുത്തി. ആമേൻ പറയുന്നവർക്ക് ആയിശോത്ത്. നിങ്ങൾ ആമേൻ പറയരുതെന്നുള്ളത് സാത്താന്റെ അജണ്ടയാണ്, അവന്റെ അജണ്ടയാണ്. എന്താണ്? മിണ്ടരുതെന്നുള്ളത്. മിണ്ടരുത്. മിണ്ടിപ്പോയാൽ നീ അനുഗ്രഹം പ്രാപിക്കും. മിണ്ടി എങ്ങനെ അബദ്ധവശാൽ പോലും മിണ്ടിയാൽ
വീട്ടിൽ അനുഗ്രഹം വരും. മിണ്ടരുത്. മിണ്ടിപ്പോയ അനുഗ്രഹം കയറും. ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ അവൻ എന്നെ ഒന്ന് പറ, ഒന്ന് കൈയൊക്കെ ഒന്ന് ഉയർത്തി വിശാലത വരുത്തി. എന്നാലും ഞാൻ ആത്മാവിൽ പറയട്ടെ, ആ ചെറിയ മാവ് നിനക്ക് വർദ്ധിപ്പിക്കാം. ഈ ചെറുതിരിക്കുമ്പം ഇല്ല എന്ന് പറയരുത്. ചെറുതിനെ കണ്ട ഇന്നും നാളത്തെ കഴിഞ്ഞു അതിന്റെ പിറ്റേ ദിവസം കഴിക്കാനുള്ളത് ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞാൽ മതി. തിരിയുന്നതിന് മുമ്പ് നിന്റെ അതിനകത്തുണ്ടായി വന്നോളൂ. ചിലര് പറയുന്നുണ്ട്, പാസ്റ്റർ എന്നാ പറയുന്നത്, ഞങ്ങൾ ജോലി ചെയ്യുന്നതുകൊണ്ടാണ്. ശരിക്കും അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. ഇത് പകരം ഞാൻ ആത്മാവിൽ പറയുന്നു, നിന്റെ അകത്ത് ദൈവം നന്മ കൊണ്ട് തൃപ്തി വരുത്തും. നന്മ കൊണ്ട് ദൈവം നിന്നെ തൃപ്തി വരുത്തും. പക്ഷെ നീ ഈ നിയമത്തെ ഫോളോ ചെയ്യണം. 2-3 ആഴ്ചകൾക്ക് പിറകിൽ ഞാൻ പറഞ്ഞു, ഈ നിയമത്തിന് വിരോധമായി കഷ്ടത വിതയ്ക്കുന്ന ദുഷ്ടസിംഹാസനത്തോട് എനിക്ക് സഖ്യതയില്ല. ഹഗായി പ്രവാചകന്റെ പുസ്തകം കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ആത്മാവ് സംസാരിച്ച ഒരു ഭാഗമായിരുന്നു രാജകീയ പുരോഹിത വർഗത്തെ കുറിച്ച്. നിങ്ങൾ എത്ര പേര് ഓർക്കുന്നുണ്ട്? 1-2 ദൂതുകൾ മാത്രം ഞാൻ പറഞ്ഞിട്ട് അത് ഞാൻ വിട്ടുകളഞ്ഞു. നിങ്ങൾ മലയിൽ ചെന്ന് മരം കൊണ്ടുവന്ന് ആലയം പണിവിൻ, ഞാൻ അതിൽ പ്രസാദിച്ച് മഹത്വപ്പെടും എന്ന് യഹോവ കൽപ്പിക്കുന്നു. ഹഗായി പ്രവാചകന്റെ പുസ്തകം ബാബേൽ പ്രവാസത്തിൽ നിന്ന് പുറത്തു വന്ന, എന്തിനു പുറത്തു വന്ന? ആലയം പണിയാൻ വേണ്ടി. ചരിത്രം എവിടെയാണ് കിടക്കുന്നതെങ്കിൽ പുറകെ പോയി പഠിക്കണം. എസ്ത്ര, നെഹമ്യാവ് എന്നീ പുസ്തകങ്ങൾ പോയി വായിച്ചു കഴിഞ്ഞാൽ ഈ ചരിത്രങ്ങളെ കാണാൻ പറ്റും. അവിടെ പറഞ്ഞ ചരിത്രത്തിനകത്ത് ഇടപെട്ട സംഭവങ്ങളെ കുറിച്ചാണ് പ്രവചിച്ച പ്രവാചകൻ മാത്രമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പ്രവാസത്തിൽ നിന്ന് ആലയം പണിയാൻ വേണ്ടി ദൈവം ഒരു കൂട്ടരെ പുറത്തു കൊണ്ടുവന്നു. ഒരു കൂട്ടരെ മാത്രമല്ല, കൂട്ടമായി പലരെയും പുറത്തു കൊണ്ടുവന്നു. അതിൽ ഒരു കൂട്ടരെ പറ്റിയാണ് പറയുന്നത്. പുറത്തു വന്ന വ്യക്തികളിൽ 2 പേരോട് വെളിപ്പെട്ട ഒരു ദൂത്. 2 പേരോട് ഒരു ദൂത്. ഒരു ദൂത് എന്നാണ് ആലയം പണിയുക. ആലയം ഏതാലയം പണിയണ്ടേ? നീ യെരൂശലേം ദേവാലയം പണിയാനോ ഒന്നും പോകണ്ട. ഇനി പണിയേണ്ട ആലയം നമ്മൾ എന്ന ആലയത്തെയാണ്. അല്ലെങ്കിൽ നശിച്ചു പോകുന്ന, നിങ്ങളുടെ കണ്ണിലൂടെ നശിച്ചു കിടക്കുന്ന ആലയത്തെയാണ് പറയുന്നത്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നില്ലയോ എന്ന് അറിയുന്നില്ലയോ? ദൈവത്തിന്റെ ആലയത്തെ നശിപ്പിക്കുന്നവനെ പലരും നശിക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? പലരും നശിക്കുന്നതിന്റെ കാര്യം എന്താണെന്നറിയോ? അവര് ദൈവത്തിന്റെ ആലയത്തെ നശിപ്പിക്കുകയാണ്. നിങ്ങൾ ആരാണ്? അയച്ച ആരാണ്? ചെവി അങ്ങ് ചൊറിയ. നിങ്ങൾ ആരാണ്? നിങ്ങൾ അറിയണം. നിങ്ങൾ നിങ്ങളുടെയാണെന്ന് പറഞ്ഞിരിക്കുക. അല്ല, നിങ്ങൾ നിങ്ങളുടെ അല്ല. ലോട്ടറി വിൽക്കാൻ അവസരം കിട്ടിയെന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ അല്ല. ആരാണ്? നിങ്ങളുടെ അല്ല. നിങ്ങൾ ദൈവത്തിൻ്റെതാണ്. വില കൊടുത്ത് മേടിച്ച ആളാണ്. വില കൊടുത്ത് അകത്ത് കൊണ്ടിരുത്തിയേക്കുക. ആമേൻ. ദൈവത്തിന്റെ ആലയം പണിയാൻ. ഇനി ആലയം പണിയുക എന്നുള്ള ആദ്യത്തെ ചിന്ത ഉണ്ടാകുന്നത് ആർക്കാണെന്നറിയാമോ? ദാവീദിനാണ്. ഇവിടെ ഞാനൊരു ചോദ്യം ദൈവത്തോട് ചോദിച്ചു, എന്താണ് ദേവാലയം? എന്തിനാണ്? അവിടെ ദൈവം ദാവീദിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഇന്ന് വരെ ആരോടെങ്കിലും ഒരു ദേവാലയം പണിയുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. പിന്നെ എവിടെ നിന്നൊക്കെ ഈ ചിന്ത ഉണ്ടായേ? ആഗ്രഹം നല്ലതാണ് പണിയാനുള്ള. പക്ഷെ ഞാൻ ഇന്ന് വരെ ആരോടും, ഞാനിത് വായിച്ചിട്ടിരുന്നപ്പോ ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത് ഒരു മിസ്റ്ററിയാണ് ദേവാലയം. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. നിങ്ങൾ ദേവാലയമാണ്. നീ ദൈവത്തിന്റെ മന്ദിരം എന്ന് പറയുന്നത് ഒരു മർമ്മമാണ്, ഒരു രഹസ്യമാണ്. നിങ്ങൾക്കറിയാവോ? ദൈവീയ ആഗ്രഹങ്ങളുടെ വലിയ നിവർത്തിയാണ്. പ്രവാചകന്മാർ ആരാഞ്ഞ്
ചോദിച്ചിട്ടും അവരുടെ മുമ്പിൽ ദൈവം തുറക്കാതിരുന്ന ഒരു മിസ്റ്ററി, ഒരു രഹസ്യം. ഇതൊരു മനുഷ്യന്റെ അകത്തേക്ക് വന്ന് കയറുകയാണ്. ഒരാലയം പണിയണം. അതാണ് ആ ചോദ്യത്തിൽ. ആരോടെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലെന്നുള്ളതല്ല. ദിസ് ഈസ് എ മിസ്റ്ററി. ഇതൊരു രഹസ്യമാണ്. എന്താണ് രഹസ്യം? ദൈവം ദൈവജനത്തിന്റെ കൂടെ ഇരിക്കുന്ന മിസ്റ്ററി. പാപമില്ലാത്ത ദൈവം പാപിയായ മനുഷ്യനോട് ചേർന്നിരിക്കുന്നു. ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പോന്നപ്പോൾ ഇവരുടെ കൂടെ, ഇവരുടെ അകവും പുകവും നിറഞ്ഞ് ദൈവ സാന്നിധ്യം ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു. അതിനോട് പറഞ്ഞു, ഉയരത്തിൽ ദൈവ സാന്നിധ്യം എന്ന മേഘം നിൽക്കുമ്പോൾ താഴെ ഹല്ലേലൂയ പാറ, യുഗങ്ങളുടെ പാറയായ ക്രിസ്തു ഇവരെ അനുഗമിച്ചുകൊണ്ടേയിരുന്നു. ദൈവജനം പോകുന്നത് എങ്ങനെയാണ്? മരുഭൂമിയിലൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ? ഇത് ദൈവത്തിന്റെ ഹൃദയത്തിൽ കിടക്കുന്ന മിസ്റ്ററിയാണ്. കനാൻ ദേശത്ത് ജീവിക്കാൻ തുടങ്ങി. രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ശൗലിന് ശേഷം ഭരണത്തിലേക്ക് എത്തുന്ന ദാവീദിന് അകത്തൊരാഗ്രഹം ഉണ്ടാകുക, എനിക്കൊരു ദേവാലയം ദൈവത്തിനായി. അന്ന് ദൈവം പറഞ്ഞൊരു ദൂത് ഞാൻ നാളുകൾക്ക് മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നീ എനിക്ക് വേണ്ടി പണിയണ്ട, ഞാൻ നിനക്ക് വേണ്ടി ഒരു ഗൃഹം പണിയാം. ഇതിനകത്തൊരു സീക്രട്ട് ആയിട്ടുള്ള മർമ്മം ഇരിപ്പുണ്ട്. നീ പണിയാൻ ആഗ്രഹിക്കുന്ന ദേവാലയം ഉണ്ടല്ലോ, നീയല്ല, ഞാനാ പണിയാൻ പോകുന്നത്. മനസ്സിലാകുന്നവർക്കായി ശ്രോത്രം. അത് നീ പുറത്ത് ബിൽഡ് ചെയ്യുവല്ല, മറിച്ച് അത് ഞാൻ നിന്റെ ഫാമിലിക്കകത്ത് പണിയും. ഓ ഹല്ലേലൂയ. ഇതൊരു ദേവാലയം പണിയെക്കുറിച്ചുള്ള പ്രവചനമാണ്. ഞാൻ ഈ പ്രവചനത്തിന്റെ, ഈ പ്രസംഗത്തിന്റെ പ്രാരംഭ നിമിഷത്തിൽ ദേശത്തെ നോക്കി പ്രവചിക്കുന്നു. ഹല്ലേലൂയ. ദൈവം തന്റെ ആത്മാവ് നിക്ഷേപിച്ച് പണിയുന്ന ദേവാലയത്തെ ഈ അന്ത്യകാലഘട്ടത്തിൽ ഈ സഭ കാണാൻ പോവുകയാണ്. ഈ പ്രവചനത്തിനകത്തെ വാക്ക് അതതിന്റെ മഹത്വത്തോടുകൂടെ, അതതിന്റെ 2-ാം അധ്യായത്തിനകത്തൊരു വാക്ക്, ഹല്ലേലൂയ, നിങ്ങളൊന്ന് വായിച്ചു പോയാൽ നന്നായിരിക്കും. ഈ ആലയത്തിന്റെ പിന്നത്തെ മഹത്വം മുമ്പിലത്തെക്കാളും വലുതായിരിക്കും. ഒന്ന് പറഞ്ഞേ, നിങ്ങളെ നോക്കി പറയണം, നിങ്ങളെ നോക്കി പറയണം. ഈ ആലയത്തിന്റെ പിമ്പിലുള്ള മഹത്വത്തെക്കാൾ മുമ്പിലുള്ള മഹത്വം വലുതായിരിക്കും. അതിനകത്ത് തന്നെ ഒരു മിസ്റ്ററി കിടക്കുന്നുള്ളൂ. ആലയത്തിനകത്ത് വെളിപ്പെടേണ്ടത് ഗ്ലോറിയാണ്. ആലയത്തിനകത്ത് ഞാൻ ആ ഒരു കോൺസെപ്റ്റിൽ നിന്ന് പ്രസംഗിക്കാം. ആദ്യം പറഞ്ഞ വിശ്വാസത്തിന്റെ അതിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കാം. ആലയത്തിനകത്ത് വെളിപ്പെടേണ്ടത് ദൈവത്തിന്റെ ഗ്ലോറിയാണ്. എന്താണ്? നിങ്ങളാണ് ആലയം. അപ്പം എന്തിനാണ് നിങ്ങൾ മരണം പറയരുതെന്ന് പറയുന്നത്? നിങ്ങളുടെ നാം അതോറിറ്റി ഉണ്ടെന്ന് പറഞ്ഞത്. യു ആർ എ ടെമ്പിൾ. നീ ആരാണ്? ആലയമാണ്. നീ ആലയമായതുകൊണ്ടാണ് നീ ആവശ്യമില്ലാത്തത് പറയരുതെന്ന് പറയുന്നത്. നീ കർത്താവിന്റെ മന്ദിരമായതുകൊണ്ടാ നിന്റെ വാക്ക് ലോകത്തെ ഒത്തവണ്ണം ആകരുതെന്ന് പറയുന്നേ. ഇത് മിസ്റ്ററിയാ കേട്ടോ. ഈ ലോകത്തെ തിരിക്കാൻ ദൈവം ഇട്ടിരിക്കുന്ന മിസ്റ്ററി, ഈ ലോകത്തെ തിരിക്കാൻ ദൈവം ഇട്ടിരിക്കുന്ന മിസ്റ്ററിയാണ് ഈ ഫെയ്ത്ത്. മുണ്ടക്കയത്തെ തിരിക്കാൻ ദൈവം ഇട്ടിരിക്കുന്ന ഫെയ്ത്ത് നിങ്ങൾ തിരിക്കണം, ഉപയോഗിക്കണം. വിശ്വാസത്തിന് ആദ്യം വേണ്ടത് ധൈര്യമാണ്, പറയാനുള്ള ധൈര്യം. ഒരു കുഷ്ഠരോഗി മുമ്പിൽ ഇരിക്കുമ്പോൾ തന്നെ ആത്മാവിൽ കൽപ്പിക്കാനുള്ള ധൈര്യം. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു, ഒരു ഡെഡ് ബോഡി ആംബുലൻസിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നു ഒരു പ്രസംഗവേദിയിലേക്ക് കേൾക്കുമ്പോൾ പ്രസംഗകൻ ഹല്ലേലൂയ മൈക്ക് ഇട്ടിട്ട് ഓടിച്ചെന്ന് അതിനെ ഞങ്ങൾ കെട്ടിപ്പിടിച്ചു. ഹല്ലേലൂയ. ആദ്യം കണ്ടത് കാലിട്ടടിക്കുന്നതാണ്. ഹല്ലേലൂയ. നിന്ന നിപ്പി ഞാൻ ചാടിപ്പോയി. ചിലർക്ക് ഇത് പഴങ്കഥയാ, നിന്നെ കുറിച്ചുള്ളതല്ല. ഇന്ന് പകൽ ആലയങ്ങളെ കുറിച്ചുള്ളതാ പറയുന്നത്. ഹല്ലേലൂയ. മരിച്ചതിനെ ഉളവാക്കിയാൽ ജീവിപ്പിക്കാൻ കഴിയുന്ന ഒരാത്മാവ് നിന്റെ അകത്ത്. ഇത് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോ എന്നെ പരിശുദ്ധാത്മാവ്, ഇതിനകത്തൊരു ഭാഗമുണ്ട്,
കൂലിക്കാരൻ ഓട്ടസഞ്ചി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്നാ ഓട്ടസഞ്ചി? ഇതായിട്ട് വിശദീകരിക്കുന്ന ഒരു ഭാഗമാണ് ഓട്ടസഞ്ചി. ആലയ ഓട്ടയുള്ളതാണ് എന്നെയും. അകത്ത് വീഴുന്ന ആത്മാവ് തുന്നിക്കെട്ടണം. ആത്മാവിലുള്ളത് നിന്നിലേക്ക്. യേശു പോയതാണ്. യേശുവിന്റെ സ്റ്റാർട്ടിങ് എങ്ങനെ കണ്ടായിരുന്നു? ശുശ്രൂഷയുടെ ആത്മാവ് നിറഞ്ഞവനായി അവൻ മരുഭൂമിയിലേക്ക് തിരിച്ചു വന്ന അങ്ങനെയാ. ആത്മാവിന്റെ ശക്തിയോടെ അവൻ മടങ്ങി വന്നു. ആത്മാവ് നിറഞ്ഞു. 40 ദിവസം നിറവിന് വേണ്ടി തന്നെ വിട്ടുകൊടുത്തു. യേശുവിന് അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്കോ? നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഞാൻ നിർബന്ധമായി പറയുന്നു, നിറയാൻ വേണ്ടി നിങ്ങൾ വിട്ടുകൊടുക്കണം. അകത്ത് കിടക്കുന്ന സകല ആകുലതകളും സകല ആങ്സൈറ്റികളും സകല നെഗറ്റീവും സകല ജഡത്തിന്റെ എല്ലാം എടുത്ത് ദൂരെ കളയണം. എന്നിട്ട് അകത്തെ ഗ്ലോറി ഇടിച്ചു കയറ്റണം. ഒരാള് മതി, ഒറ്റയാള് മതി, ഒറ്റയാള്. ഗ്ലോറി ഇടിച്ചു കയറ്റിയിട്ട് നീ സംസാരിക്കണം. നീ പറയുന്ന വാക്കിനപ്പുറത്തേക്ക് ഒരുത്തനും പോകത്തില്ല. ഹല്ലേലൂയ. കരം ഉയർത്തി ഒരു സ്വതന്ത്രം ചെയ്താട്ടെ. ആലയം പണിയാൻ വേണ്ടി ദൈവം 2 പേരെ നിയോഗിക്കുകയാണ്. അതിൽ ഒരാള് ദേശത്തിന്റെ അധിപനാണ്. ശ്രദ്ധിച്ചോണം, ആരാണ്? ദേശത്തിന്റെ അധിപനാണ്. ഞാൻ പഴയത് പറഞ്ഞു നിർത്താം. ഒരാള് പുരോഹിതനാണ്. നിങ്ങളുടെ കോളിങ്ങിനാണ് പറഞ്ഞത്. ഒരാള് ദേശാധിപതി, ഒരാള് പുരോഹിതനും. അതാരാണ്? ഇത് നീ തന്നെയാണ്. രാജകീയ പുരോഹിത വർഗം. ആമേൻ. രാജകീയ ഒറ്റ ദൂത്. ആലയം പണിയുക. ആലയം പണിയാന്നല്ല, ആലയം അതിന്റെ മഹത്വത്തോടെ പണിയുക. 2 ഭാഗമുണ്ട്. നിന്റേത്, നീ ദേവാലയമാണെങ്കിൽ അതിനെ അതിന്റെ മഹത്വം ആക്കിക്കോണം. ഇല്ലെങ്കിൽ ആര് കയറും? ഇനി പറയത്തില്ല, കയറും. അവനെ കയറ്റരുത്. കയറ്റേണ്ടവനെ മാത്രം കയറ്റുക. കയറ്റിയാൽ ഒരു കാര്യം പറയാം, നിനക്ക് ഈ ലോകത്തെ പിടിച്ചു കെട്ടാൻ പറ്റും. നിന്റെ മുമ്പിൽ മുണ്ടക്കയം ചെറുതാകും. ആരോടൊക്കെയുള്ള പ്രവചന ശബ്ദമാണ്, പിടിച്ചോളാം. നിങ്ങളുടെ വാക്കിന്റെ മുമ്പിൽ മുണ്ടക്കയം ചെറുതാകും. നിന്റെ നോട്ടത്തിന് മുമ്പിൽ മുണ്ടക്കയം ചെറുതാകും. നിന്റെ ശബ്ദത്തിന് മുമ്പിൽ ആരോടാണോ മുണ്ടക്കയം ചെറുതാകും. ഒരു വീട്ടിൽ മരണം കയറി. മരിച്ചവൻ ഹാരാനാണ്. ഹാരാൻ അപ്പന് മരിച്ചവനും മരണം കയറിയ വീട്ടിൽ പ്രയാസം കാരണം ആ ദേശം വിട്ടിട്ട് ഒറ്റപ്പോക്ക്. പോകുന്നത് തേരഹാണ്. എവിടെ നിന്നാ പോരുന്നേ? വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന പത്തനാരാമില് ഊരെന്ന് പറയുന്ന സ്ഥലം വിട്ട് പോരുകയാണ്. ഹാരാൻ വരെ എത്തിയപ്പോൾ, മകന്റെ പേരിലുള്ള സ്ഥലം വരെ എത്തിയപ്പോൾ ആ മനുഷ്യൻ ക്ഷീണിച്ചു പോയി. ഞാൻ മുമ്പേ നോക്കി പറഞ്ഞുണ്ടല്ലോ, ദൈവം തലമുറകൾക്കകത്തേക്ക് എത്തി നോക്കുക, ആരാണ് എനിക്ക് വേണ്ടി പോകുന്നത്. ഹാരാൻ വരെ എത്തിയപ്പോൾ തേരക ക്ഷീണിച്ചു. ഒരു മകൻ മരിച്ചും അടുത്ത മകൻ ക്ഷീണിച്ചിരിക്കുക. അവന്റെ വീട്ടിൽ ബാക്കി എല്ലാവർക്കും മക്കളുള്ളപ്പോൾ ഇവന് മകൻ പോലും ഇല്ല. ഒരുവൻ വീട് വിട്ട് ഇറങ്ങിപ്പോയി. ആ ചരിത്രം ബൈബിളിലില്ല. അവന്റെ വീട്ടിൽ നിന്നാണ് പിന്നെ ഇസഹാക്കിന് പെണ്ണെടുക്കുന്നത്. ഇറങ്ങിപ്പോയി നാഹോറിന്റെ വീട്ടിൽ നിന്ന്. ലോത്തിനെ വിളിച്ചുകൊണ്ട് ഹാരാൻ വരെ വന്നു നിൽക്കുന്ന തേരഹ് ക്ഷീണിച്ചുപോയി. അവിടെ അവൻ മരിച്ചുപോയി. മരണം കയറിയ ഒരു വീടിനകത്ത് നിന്ന് ഇല്ലാത്ത ഒരു വീട്ടിന്, ഇല്ലായ്മയുള്ള അബ്രഹാമിന്റെ അകത്തേക്ക് ദൈവവിശ്വാസം വന്ന് കയറി. നോക്ക്, നിങ്ങൾ നന്നായി പഠിച്ചാൽ നിമ്രോദിന്റെ കാലഘട്ടം പഠിക്കുക. ആ തലമുറകളെ മൊത്തം നോക്കൂ. അവിടെ ഇല്ലാത്ത ഒരു കുടുംബം, മരണം കയറിയ ഒരു കുടുംബം, മരണം ഉണ്ടായ ഒരു കുടുംബം, ഒരാളുടെ കുടുംബം, തേരകന്റെ കുടുംബത്തെ പറ്റി പറയുന്നത്. അവിടെ എഴുതിയൊരു വാക്കുണ്ട്, അപ്പൻ ജീവിച്ചിരിക്കുക അവൻ മരിച്ചുപോയി. ഇതെല്ലാം കണ്ട് നിന്ന
മനുഷ്യന്റെ ലൈഫിനകത്തേക്ക് വിശ്വാസം പകരുക ദൈവം. എങ്ങനെ പിടിക്കും അവൻ വിശ്വാസം? പിടിച്ചേ പറ്റൂ. നിനക്കൊരു ലൈഫ് ഉണ്ടെങ്കിൽ ഇതിലൂടെ ഉള്ളു ലൈഫ്. ഞാൻ ആരോടൊക്കെയാ പറയാ, നിന്റെ ലൈഫ് ഇതിനകത്താ. ഹല്ലേലൂയ. ദേവാലയം പണിയാൻ എത്ര പേർക്ക് തയ്യാറുണ്ട്? അന്ന് ഇസ്രായേൽ ജനത്തിന് കൊടുത്ത അതേ സാന്നിധ്യം അവന്റെ വീട്ടിൽ കയറി വന്നു. നിങ്ങളുടെ വീടിനകത്ത് അബ്രഹാമിന്റെ വീട്ടിൽ കയറിയ അതേ സാന്നിധ്യം ഇറങ്ങുന്നുണ്ടെങ്കിൽ നീ അറിഞ്ഞോണം, നീ ചില്ലറക്കാരനല്ല, നീ സാധാരണക്കാരനല്ല. ഉറക്കം തൂങ്ങിയൊന്നും വെറുതെ ഇരുന്ന് ജീവിതം കളയരുത്, മടി കാണിച്ച് ജീവിതം കളയരുത്. ഹല്ലേലൂയ. ഈ സമയങ്ങളെ ഏറ്റവും വിലപ്പെട്ടതായി കാണണം. ഹല്ലേലൂയ. വിശ്വാസത്തോടെ പ്രതികരിക്കാൻ തയ്യാറാണെങ്കിൽ നീ ബിൽഡ് ചെയ്തിരിക്കും. സമയം പോരെ എനിക്ക് വിശദീകരിക്കാൻ. ഇനി എനിക്ക് പറയാനുള്ള മൊത്തം പറയണം. ഞാൻ റോയൽ പ്രീസ്റ്റ്ഹുഡാണ്, രാജകീയ പുരോഹിത വർഗം. ഒറ്റ വാക്കുകൂടെ പറയാം. ഇനി രാജാവിനെ പറ്റി പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഇരിക്കും. ഞാൻ അടുത്ത ദിവസം പ്രസംഗിക്കാം. ഒന്ന് പറഞ്ഞാട്ടെ, ഞാൻ രാജാവാണ്. ദൈവത്തെ ചെറുതാക്കാതിരുന്നാൽ മതി. ദൈവത്തെ, നമ്മുടെ പരിപാടി എന്നാണെന്നറിയോ? ദൈവത്തെ ചെറുതാക്കും. ഈ കഴിഞ്ഞ ദിവസം ആരോ പ്രസംഗിച്ച് ഞാൻ കേട്ടതാണ്. ഈ ആദമനോട് വന്നത് സാത്താൻ പറഞ്ഞ എന്നാണെന്നറിയോ? ഈ പഴം കഴിച്ചാൽ ദൈവത്തെ പോലെ ആകുമെന്ന്. എന്തുവാണ് ഈ പഴം കഴിച്ചാൽ? ഇവന്റെ സൃഷ്ടിപ്പെന്നാ ദൈവത്തിന്റെ ഇമേജാണ് ഇവിടുത്തെ, അല്ലേ? ഇവനെ കുറ്റം അറിയാതെ പോയത് ഈ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ യേശു കർത്താവ് റിവീൽ ചെയ്യുക. ഞാൻ പിതാവും പുത്രൻ പറയണം, ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആയിരിക്കുന്ന പോലെ അവര് ഞങ്ങളിലാകേണ്ടവൻ. ആലോചിച്ച് നോക്കിയ, അത്ര പങ്കാളിത്തമുള്ള ഒരാളാണ് ഈ ഒരാളുടെ വാക്കും കേട്ടിട്ട് കൊണ്ടുപോയി മൊത്തവും കളഞ്ഞു കുടിച്ചേ. ആരും ആദമിനെ തെറ്റ് പറയാൻ പോകണ്ട. ഇപ്പൊ നിങ്ങളെ നോക്കിയാൽ മതി. കാര്യം യേശുക്രിസ്തുവിൽ ഇത് റിസ്റ്റോർ ആയിട്ടുണ്ട്. അന്ന് രാത്രി പറയുന്നത് ആ കൊളരാത്തവൻ കാണിച്ചിട്ടാണ് ഈ പണി ഒപ്പിച്ചെന്ന് പറഞ്ഞു പോകരുത്. ഇന്ന് പകൽ യേശു കർത്താവ് റിസ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ പിന്നെ ഈ വാക്ക് നിർത്താം. ഒന്ന് തുടങ്ങി കിട്ടിയാൽ പിന്നെ നിങ്ങളെ ലിമിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഇതെങ്ങനെയാണ് എന്ന് ഇതുവരെ പലർക്കും അറിയത്തില്ല. എല്ലാവരും വിശ്വസിച്ചു, ഞാനും വിശ്വസിക്കുന്നു. വരും, ഞാൻ പോകും. ഇതല്ല, ഇതിനകത്ത് ചിലത് റിവീൽ ചെയ്യാനുണ്ട്. ഇതിന്റെ ഫെയ്ത്ത് റിവീൽ ചെയ്യാനുണ്ട്. ഈ ഭൂമി വെയിറ്റ് ചെയ്യാണ് നമ്മുടെ ഫെയ്ത്ത് തന്നെ, പുത്രന്റെ ഫെയ്ത്ത് എന്നാന്ന് കാണാൻ. മനസ്സിലാകുന്നുണ്ടോ? കാര്യം ഈ പാപം ചെയ്തപ്പോ ക്ഷയം ആർക്കും ഉണ്ടായിട്ടുണ്ട്? ഭൂമിക്കും. ഇത് മാറണമെങ്കിൽ ഇനി കർത്താവ് ചെയ്യത്തില്ല. കർത്താവ് അവിടെ വെറുതെ ഇരിക്കുക, നമ്മളാ ചെയ്യണ്ടേ. എവിടുന്ന വാക്യം എന്നല്ലേ? 8-ാം അധ്യായം, റോമാലേഖന 8-ാം അധ്യായം. പുത്രന്മാരുടെ വെളിപ്പാട് എന്തെന്ന് കാണാൻ വേണ്ടി സൃഷ്ടി മായയ്ക്ക് കീഴ്പ്പെട്ട് വെറുതെ ഇരിക്കുകയാണ്. നീ വല്ലതൊക്കെ പറയണം, എന്നാലൊക്കെ സംഭവിക്കുള്ളൂ. എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. നിന്നെ ദൈവം പുറത്തു കൊണ്ടുവന്നത് രാജകീയ പുരോഹിത വർഗമായിട്ടാണ്. പറയാമെന്ന് പറയാനും പറഞ്ഞില്ലല്ലേ? യോർദാന്റെ മുമ്പിൽ പുരോഹിതന്മാർ ഇറങ്ങുന്നതിന്റെ പിന്നിലെ കാരണം എന്താണെന്നറിയാവോ? അതുവരെ കര കവിഞ്ഞൊഴുകുന്ന യോർദാൻ ഓടും. ബിക്കോസ് യു ആർ എ റോയൽ പ്രീസ്റ്റ്ഹുഡ്. നിന്റെ വിളി രാജകീയ പുരോഹിത കോളിംഗ് ആണ്. നീ സാധാരണക്കാരനല്ലെന്ന് തിരിച്ചറിയുന്നവനുണ്ടെങ്കിൽ മരണം വിതയ്ക്കുന്ന സകലതും നിന്നെ വിട്ട് ഓടിപ്പോകും. എഴുന്നേറ്റ് നിൽക്ക്, കരങ്ങൾ അടിച്ച് ദൈവത്തെ ഒരു നിമിഷം മഹത്വപ്പെടുത്ത്. യു ആർ എ റോയൽ പ്രീസ്റ്റ്ഹുഡ്. നീ രാജകീയ പുരോഹിത വർഗമാണ്. നിന്റെ മുമ്പിൽ എല്ലാം കീഴടങ്ങും, നിന്റെ മുമ്പിൽ എല്ലാം താഴെ വീഴും. ഇന്ന് പകല് രാജ്യങ്ങൾ ഇളകി മാറും, ജാതികൾ ഇളകി മാറും, ഭൂമി നിനക്ക് വേണ്ടി ഇളകിത്തരും. അതിൻ്റെ മനോഹര വസ്തു നിന്നിലേക്ക് എത്തപ്പെടും. ഇന്ന് രാവിലെ വിശ്വസിക്കാൻ തയ്യാറുള്ള ദൈവമക്കൾ ഒരുമിച്ച് കരങ്ങൾ തട്ടി ചില നിമിഷങ്ങൾ ദൈവത്തെ ഒന്ന് ആരാധിക്കുവാനായിട്ട് തയ്യാറാകുക. ഈ പകല് മുതൽ നിന്നിൽ ഒരു ആരംഭം സംഭവിക്കട്ടെ. ഈ പകല് മുതൽ നിന്നിൽ ചില ദൈവപ്രവൃത്തികൾ നടക്കട്ടെ. ഒരു തീരുമാനമെടുത്ത് ഞാനിനി വിശ്വാസം പറയുന്നവനായിരിക്കും, ഞാനിനി സൃഷ്ടിക്കുന്നവനായിരിക്കും. ദൈവം എന്നെ ഉപയോഗിക്കും, ദൈവം എന്നെ ആ ശക്തിയോടെ പ്രവർത്തിക്കുവാൻ അനുവദിക്കും. കരങ്ങളൊന്ന് തട്ടി കർത്താവിന് ശക്തിയോടെ നന്ദി പറഞ്ഞ് നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതുക, നീ സാധാരണ വ്യക്തിയല്ല,
നീ സാധാരണ വ്യക്തിയല്ല. ദൈവത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ പുറത്തു വന്ന രാജാവും പുരോഹിതനുമാണ്. രാജാവിൻ്റെ ഉത്തരവാദിത്വമാണ് ബിൽഡിംഗ്. പുരോഹിതന്റെ ഉത്തരവാദിത്വമാണ് മഹത്വത്തെ റിവീൽ ചെയ്യുക. ഈ വാക്ക് നിങ്ങൾക്ക് അനുഗ്രഹമാകും. യേശുവിൻ്റെ നാമത്തിൽ ഈ ജനത്തിൻ്റെ മേൽ ഈ മിസ്റ്ററികൾ തുറന്നു വരട്ടെ. കർത്താവ് സഹായിക്കും. ഇൻ ജീസസ് നെയിം ആമേൻ. കർത്താവിനെ